അമേരിക്കൻ സേന വെനിസ്വേലയിൽ അതിക്രമിച്ചു കയറി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തടവിലാക്കിയതിനെ തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ സംസാരിച്ച വെനിസ്വേലൻ അംബാസിഡർ സാമുവൽ മാൺകോയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വെനിസ്വേലൻ പ്രതിനിധിക്ക് മുൻപ് സംസാരിച്ച അമേരിക്കൻ പ്രതിനിധി ആക്രമണത്തെ ന്യായീകരിക്കുകയും ആക്രമണത്തെ വെനിസ്വേലൻ ജനത അംഗീകരിച്ചിട്ടുണ്ടെന്നും പരാമർശിച്ചിരിക്കുന്നു. അതിൽ അവിടുത്തെ പ്രതിപക്ഷ നിരയിലെ നേതാവും ഈ വർഷത്തെ നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചാഡോയെ കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രതിനിധി മച്ചാഡോ മഡൂറോയെ പിടികൂടിയതിനെ സ്വാഗതം ചെയ്ത് UN-ൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് വെനിസ്വേലൻ പ്രതിനിധി തന്റെ പ്രസംഗം ആരംഭിച്ചതും. നമുക്ക് നേരിട്ട് പ്രസംഗത്തിലേക്ക് പോകാം. ഇന്നത്തെ പ്രസ്താവനയുടെ മുഖ്യ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിവിൽ സൊസൈറ്റി പ്രതിനിധിയായി സെക്യൂരിറ്റി കൗൺസിലിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത്. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും ട്രാൻസ്നാഷണൽ കോർപ്പറേഷനുകളിൽ നിന്നും വർഷങ്ങളായി തുടർച്ചയായി ധനസഹായം ലഭിക്കുന്നതും സ്വന്തം രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുവാനും സ്ഥാപനങ്ങൾ തകർക്കുവാനും ശ്രമിച്ച ചരിത്രമുള്ളതുമായ ഒരു വ്യക്തിയാണിവർ. ഏറ്റുമുട്ടൽ നറേറ്റീവുകൾ ന്യായീകരിക്കുവാനോ ബലപ്രയോഗത്തെ സാധൂകരിക്കുവാനോ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളെ ചെറുതാക്കുവാനോ ഇത്തരമൊരു വ്യക്തിയെ ഉപകരണമായി ഉപയോഗിക്കുന്നത് ഈ കൗൺസിലിന്റെ ലക്ഷ്യങ്ങൾക്കോ ബഹുരാഷ്ട്രവാദത്തിന്റെ ശക്തിപ്പെടുത്തലിനോ യാതൊരു സംഭാവനയും നൽകുന്നില്ല. മറിച്ച് ചർച്ചകളുടെ വിശ്വസ്തതയെ ഇല്ലാതാക്കുകയും അന്താരാഷ്ട്ര സമാധാന സുരക്ഷ ഉത്തരവാദിത്തമുള്ള ഈ കൗൺസിലിന്റെ മാൻഡേറ്റിനെ വികൃതമാക്കുകയും ചെയ്യുന്നു. 2026 ജനുവരി 3 വെനിസ്വേലയ്ക്ക് മാത്രമല്ല മുഴുവൻ അന്താരാഷ്ട്ര വ്യവസ്ഥയ്ക്കും ആഴമേറിയ ചരിത്രപരമായ പ്രാധാന്യമുള്ള ദിനമാണ്. ആ ദിവസം അമേരിക്കൻ ഗവൺമെന്റ് നടത്തിയ നിയമവിരുദ്ധമായ സായുധ ആക്രമണത്തിന് ബൊളേവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസ്വേല ഇരയായി. ഞങ്ങളുടെ പ്രദേശത്ത് ബോംബിടൽ, സൈനിക സിവിലിയൻ ജീവഹാനികൾ, അവശ്യ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നാശം, ഭരണഘടനാപരമായി സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ മെറോസിലിനെയും ഫസ്റ്റ് ലേഡി സിലിയ ഫ്ലോറിസിനെയും തട്ടിക്കൊണ്ടുപോകൽ ഇവയെല്ലാം ഉൾപ്പെട്ടതായിരുന്നു ആ ആക്രമണം. അന്താരാഷ്ട്ര സമാധാനം നിലനിൽക്കണമെങ്കിൽ അന്താരാഷ്ട്ര നിയമം ഇരട്ടത്താപ്പില്ലാതെ, തിരഞ്ഞെടുപ്പുകളില്ലാതെ പൂർണ്ണമായി ബഹുമാനിക്കപ്പെടണമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് വെനിസ്വേല ഇന്ന് ഈ കൗൺസിലിന് മുന്നിലെത്തുന്നത്. ജനുവരി 3 സംഭവങ്ങൾ UN ചാർട്ടിന്റെ വ്യക്തമായ ലംഘനമാണ്. പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ പരമാധികാര സമത്വം, ഏതൊരു രാജ്യത്തിന്റെയും പ്രാദേശിക സമഗ്രതയ്ക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുമെതിരായ ബലപ്രയോഗം അല്ലെങ്കിൽ ഭീഷണി നിരോധിക്കുന്ന ആർട്ടിക്കിൾ 2-4 ലംഘനം. സമാധാനപരമായി തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള ബാധ്യതയും ഇതിലൂടെ ലംഘിക്കപ്പെട്ടു. ജനീവ കൺവെൻഷനുകളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവും ഗുരുതരമായി ലംഘിക്കപ്പെട്ടു. സിവിലിയന്മാർക്കെതിരായ വിവേചനരഹിത ആക്രമണങ്ങൾ, ജീവന്റെയും വ്യക്തിഗത സുരക്ഷിതത്വത്തിന്റെയും അവകാശ ലംഘനങ്ങൾ. ഏറ്റവും ഗൗരവമേറിയത് പ്രസിഡന്റിന്റെ തട്ടിക്കൊണ്ടുപോക്കാണ്. ഓഫീസിലിരിക്കുന്ന രാജ്യതലവന്മാർക്കുള്ള വ്യക്തിഗത ഇമ്മ്യൂണിറ്റി എന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വത്തിന്റെ നഗ്നമായ ലംഘനം. ഈ ഇമ്മ്യൂണിറ്റി വ്യക്തിപരമായ പ്രത്യാവകാശമല്ല, രാജ്യങ്ങളുടെ പരമാധികാരവും അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ സ്ഥിരതയും സംരക്ഷിക്കുന്ന ഉറപ്പാണ്. ഇത് അവഗണിക്കുന്നത് വെനിസ്വേലയെ മാത്രമല്ല, ഈ സഭയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും വലിപ്പമോ ശക്തിയോ സഖ്യങ്ങളോ പരിഗണിക്കാതെ അത്യന്തം അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ 3314 പ്രകാരം ഒരു രാജ്യത്തിന്റെ പ്രദേശം മറ്റൊരു രാജ്യത്തിന്റെ സേന ബോംബ് ചെയ്യുന്നത് ആക്രമണമാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് 2004 വ്യക്തമാക്കിയത് ഔദ്യോഗിക അധിനിവേശമോ കൂട്ടിച്ചേർക്കലോ സൈനിക സാന്നിധ്യമോ ഇല്ലെങ്കിലും ഫലപ്രദ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും അത് ഒക്യുപ്പേഷനാണ്. റെസൊല്യൂഷൻ 242 ബലപ്രയോഗത്തിലൂടെ പ്രദേശം സ്വന്തമാക്കാൻ അസാധുവാണെന്ന് ഉറപ്പിക്കുന്നു. റെസൊല്യൂഷൻ 2625 പ്രകാരം UN ചാർട്ടിന് വിരുദ്ധമായ ബലപ്രയോഗ ഫലമായി ഒരു രാജ്യത്തിന്റെ പ്രദേശം സൈനിക ഒക്യുപ്പേഷന് വിധേയമാക്കരുത്. ഇത്തരം പ്രവൃത്തികൾക്ക് ഫലപ്രദമായ മറുപടി നൽകാതിരുന്നാൽ നിയമത്തിന് പകരം ശക്തി സാധാരണവൽക്കരിക്കപ്പെടും. കൂട്ടായ സുരക്ഷാ വ്യവസ്ഥയുടെ അടിത്തറ തന്നെ തകരും. ഇന്ന് അപകടത്തിലുള്ളത് വെനിസ്വേലയുടെ പരമാധികാരം മാത്രമല്ല, അന്താരാഷ്ട്ര നിയമത്തിന്റെ വിശ്വസ്തത, ഈ സംഘടനയുടെ അധികാരം ഒരു രാജ്യവും ലോകാക്രമണത്തിന്റെ ജഡ്ജിയോ കക്ഷിയോ എക്സിക്യൂട്ടറെയോ ആകരുതെന്ന തത്വവും കൂടിയാണ്. ഈ ആക്രമണത്തിന്റെ കേന്ദ്ര കാരണം വെനിസ്വേലയുടെ പ്രകൃതി വിഭവങ്ങളാണ്.
എണ്ണ, ഊർജം, തന്ത്രപരമായ സമ്പത്ത്, ഭൗമ രാഷ്ട്രീയ സ്ഥാനം ഇവയെല്ലാം ചരിത്രപരമായി ഞങ്ങളെ ആക്രമിച്ചവരുടെ അത്യാഗ്രഹത്തിന് കാരണമായിട്ടുണ്ട്. വിഭവങ്ങൾ നിയന്ത്രിക്കുവാനോ ഗവൺമെന്റുകൾ അടിച്ചേൽപ്പിക്കുവാനോ രാജ്യങ്ങൾ പുനർനിർമ്മിക്കുവാനോ ബലം ഉപയോഗിക്കുന്നത് കൊളോണിയലിസത്തിന്റെയും നിയോ കൊളോണിയലിസത്തിന്റെയും ഏറ്റവും മോശം രീതിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ഇത് അംഗീകരിച്ചാൽ സൈനിക ശേഷി കൂടുതലുള്ള രാജ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവി ബലം കൊണ്ട് തീരുമാനിക്കാവുന്ന അസ്ഥിര ലോകത്തിന്റെ വാതിൽ തന്നെ തുറക്കും. രാജ്യതലവനെ തട്ടിക്കൊണ്ടുപോകൽ, പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബോംബിംഗ്, കൂടുതൽ ആക്രമണങ്ങളുടെ തുറന്ന ഭീഷണി ഇവ സഹിക്കപ്പെട്ടാൽ ലോകത്തിന് ലഭിക്കുന്ന സന്ദേശം നിയമം ഐച്ഛികമാണെന്നും ബലമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ യഥാർത്ഥ നിയന്ത്രകമെന്നുമാണ്. വെനിസ്വേല ഇപ്പോഴും നയതന്ത്രം, സംഭാഷണം, രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയിൽ വിശ്വസിച്ചു പോരുന്ന രാജ്യമാണ്. ഇന്നും എപ്പോഴും അത് തുടരുന്നു. ഈ വലിയ ആക്രമണത്തിന്റെ മുഖത്തും അത് തുടരുന്നുണ്ട്. സമാധാനത്തോടുള്ള ആ പ്രതിബദ്ധത തന്നെയാണ് 2026 ജനുവരി 3 ലംഘിക്കപ്പെട്ടത്. അതിനാൽ UN ചാർട്ടർ നൽകിയ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ ഈ സെക്യൂരിറ്റി കൗൺസിലോട് വെനിസ്വേല അഭ്യർത്ഥിക്കുന്നു. ഒന്നാമത്തേത്, പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഫസ്റ്റ് ലേഡി സിലിയ ഫ്ലോറിന്റെയും ഇമ്മ്യൂണിറ്റികൾ പൂർണ്ണമായി ബഹുമാനിക്കാനും അവരെ തൽക്ഷണം മോചിപ്പിച്ച് വെനിസ്വേലയ്ക്ക് സുരക്ഷിതമായി തിരിച്ചയക്കുകയും US ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക. 2, വെനിസ്വേലയ്ക്കെതിരായ ബലപ്രയോഗത്തെ വ്യക്തമായി അപലപിക്കുക. മൂന്നാമത്തേത്, ബലപ്രയോഗത്തിലൂടെ പ്രദേശമോ വിഭവങ്ങളോ സ്വന്തമാക്കുന്നത് അസാധുവാണെന്ന നിയമം ഉറപ്പിക്കുക. 4, സംഘർഷം കുറയ്ക്കലിനും സിവിലിയന്മാരെ സംരക്ഷിക്കലിനും അന്താരാഷ്ട്ര നിയമം പുനഃസ്ഥാപിക്കലിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ സംഭവങ്ങളുടെ ഗൗരവത്തിനിടയിലും വെനിസ്വേലയുടെ സ്ഥാപനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുവെന്നും ഭരണഘടനാക്രമം സംരക്ഷിക്കപ്പെട്ടുവെന്നും മുഴുവൻ പ്രദേശത്തിന്മേലും സർക്കാർ ഫലപ്രദ നിയന്ത്രണം നടത്തുന്നുവെന്നും ഈ സഭയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും അറിയിക്കുന്നു. ഭരണഘടനാനുസൃതം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡൽഹി റോഡ്രിഗസ് ആക്ടിംഗ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്ഥാപന തുടർച്ചയും സ്ഥിരതയും ആന്തരിക സമാധാനവും ഉറപ്പാക്കി. വെനിസ്വേലൻ ജനതയ്ക്ക് ശാന്തതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്നു. സമാധാനത്തിലും ജോലിയിലും അഭിമാനത്തിലും വിശ്വസിക്കുന്ന രാജ്യമാണ് വെനിസ്വേല. നയതന്ത്രത്തിലും നിയമത്തിനും വേണ്ടിയുള്ള പ്രതിബദ്ധത ഉറച്ചതാണ്. പരമാധികാരം സംരക്ഷിക്കുന്നു. മൂല്യങ്ങൾ ത്യജിക്കാതെ സംഭാഷണത്തിൽ വിശ്വസിക്കുന്നു. അടിച്ചേൽപ്പിക്കൽ അംഗീകരിക്കാതെ. രാജ്യങ്ങൾ തമ്മിൽ സഹവർത്തിത്വവും വികസനവും പരസ്പര ബഹുമാനവുമുള്ള ഭാവിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മനുഷ്യരാശി നേരിടുന്ന ഈ ചരിത്ര നിമിഷത്തിൽ നിയമത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്വത്തിന്റെയും സമാധാനത്തിന്റെയും പാത തിരഞ്ഞെടുക്കുവാൻ ഈ സെക്യൂരിറ്റി കൗൺസിലിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.